ഇതൊരു ക്ലീനിങ് വീഡിയോ ആണേ. ക്ലീനിങ് എന്ന് പറയുമ്പോൾ വീടിൻ്റെ ക്ലീനിങ് ഒന്നുമല്ല. എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഗിഫ്റ്റ് ചെയ്തിരുന്നേ. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 5 സെൻറ്റ്. ആ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഞങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്, അവിടെ നോക്കാറുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടായപ്പോൾ നമ്മൾ ആഴ്ച തോറും വരുന്നതിന് പകരം പിന്നെ മാസങ്ങൾ തോറും വരാറായി. പിന്നെ അത് 2 മാസത്തിലൊരിക്കൽ വരാറായി. അങ്ങനെ ആ സ്ഥലം പിന്നെ കാട് കയറി ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അമ്മ വരുമ്പോൾ ഈ കാട് കണ്ടിട്ട് അവർ തന്നെ ആളിനെ വെച്ച് ക്ലീൻ ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം അവർ തന്നെ ക്ലീൻ ചെയ്യിപ്പിച്ച് പിന്നെ ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞ് ഇപ്പോൾ ഞങ്ങളും നോക്കാതായി, അവരും നോക്കാതെയായി. അങ്ങനെ ഇപ്പോൾ സ്ഥലത്തിൻ്റെ അവസ്ഥ ഇതാണ്. സ്ഥലമൊക്കെ വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കാടായിട്ട് ഇവിടെ കണ്ടിട്ടുള്ളത്. മുമ്പൊന്നും ഇത്രയ്ക്ക് കാടാവാറില്ല. ഇതിപ്പോൾ ഒരാളിൻ്റെ പൊക്കത്തിന് എത്രത്തോളം ആയിട്ടുണ്ട് കാട്. സ്ഥലം വാങ്ങിയ ടൈമിൽ തന്നെ ആ സ്ഥലത്തിൻ്റെ ഓരോ സൈഡിലും ഒരു മാവ്, ഒരു പ്ലാവ്, പിന്നെ കുറേ തെങ്ങ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ പോവാതെയും ശ്രദ്ധിക്കാതെയൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ വള്ളിയൊക്കെ പടർന്ന് അതിൻ്റെ മേലെക്കൂടെയായി. അങ്ങനെ അതൊന്നും പൊക്കം വയ്ക്കാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ മാവ് ചെറുതാണെങ്കിലും മാങ്ങയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നേ. പക്ഷേ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമായി തുടങ്ങി. അങ്ങനെ അമ്മയും ചേട്ടനും വെട്ടാനും കളയ്ക്കാനും അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഏർപ്പെട്ടപ്പോൾ ഞാൻ മാത്രം വെറുതെ ഫോണും കൊണ്ട് ഷൂട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ പടർന്ന് കയറിയിരിക്കുന്ന വള്ളികളൊക്കെ എടുത്ത് കളയാമെന്ന് വിചാരിച്ച് ആദ്യം മാവ് മുതലേ തുടങ്ങി. മാവിൽ കാശിത്തുമ്പയല്ലല്ലോ, ശംഖുപുഷ്പത്തിൻ്റെ വള്ളിയൊക്കെ വീണിട്ട് അതിന് മൂടിയിരിക്കുക, ഒട്ടും പൊങ്ങാൻ പറ്റാത്ത രീതിക്ക്. പിന്നെ ചേട്ടൻ ആ പൊങ്ങി വന്ന ചെടികളൊക്കെ വെട്ടി കളഞ്ഞ് പിന്നെ അമ്മ അല്ലാത്ത ചെറിയ പണികൾ അങ്ങനെയൊക്കെ ഏകദേശം ചെയ്ത സമയം കൊണ്ട് ഞാൻ മാവും ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചുറ്റും ഒന്ന് നടന്ന് കണ്ടേ. എനിക്ക് ചെറിയ പേടിയുണ്ട് ഇതിൻ്റെ ഇടയിൽ നടക്കാനേ, വേറെ എഴുജന്തുക്കളൊക്കെ ഉണ്ടെങ്കിലോ. അങ്ങനെ നടന്നു പോയപ്പോൾ ഒരു വാഴ ഒടിഞ്ഞ് കിടക്കുന്നു. വേറൊരു വാഴയിൽ ഒരു കൊല വന്നിപ്പുണ്ടേ. ഇത് കപ്പക്കൊലയാണെന്ന് തോന്നുന്നു. ഒരു കൊല വന്നിപ്പുണ്ട്. പിന്നെ ഒരു പേര ഉണ്ടായിരുന്നു. അത് നിറച്ചല്ല, ഒരു 10 പേരയ്ക്കോളം ഉണ്ടായിരുന്നു. നല്ല പഴുത്തതും വിളഞ്ഞതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ പഴുത്ത പേരയ്ക്കയും അല്ലാത്ത കുറച്ച് വിളഞ്ഞ പേരയ്ക്കയും എല്ലാം പറിച്ച് ആ പൊങ്ങി നിൽക്കണ ചെടി ഏകദേശം വെട്ടി ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ബാക്കി പരിപാടിയും കൊല വെട്ടലൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ഇന്നത്തേക്ക് നിർത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ.